നമസ്കാരം. കണ്ണൂരിൽ വീണ്ടും നിധികുംഭം. കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെൻറ് LP സ്കൂളിനടുത്തുള്ള സ്വകാര്യ ഭൂമിയിൽ ഇന്നലെ നിധി കണ്ടെത്തിയ മഴക്കുഴിയിൽ നിന്ന് വീണ്ടും നിധി കണ്ടെത്തി. വെള്ളി നാണയങ്ങളും സ്വർണ്ണ മുത്തുകളുമാണ് ഇത്തവണ കണ്ടെത്തിയത്. കുഴി വൃത്തിയാക്കാനെത്തിയ തൊഴിൽ ഉറപ്പ് തൊഴിലാളികൾക്കാണ് നിധി കിട്ടിയത്. പഞ്ചായത്തിൽ അറിയിച്ച ശേഷം പോലീസിന് കൈമാറുമെന്ന തൊഴിലാളികൾ പറഞ്ഞിരുന്നു. ഇന്നലെ 17 മുത്തുമണികൾ, 13 സ്വർണ്ണ പതക്കങ്ങൾ, കാശുമാലയുടെ ഭാഗം എന്ന് കരുതുന്ന 4 പതക്കങ്ങൾ, പഴയകാലത്തെ 5 മോതിരങ്ങൾ, ഒരു സെറ്റ് കമ്മൽ, ഒട്ടേറെ വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ലഭിച്ചത്. പോലീസ് നിധി തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചതായി പോലീസ് പറഞ്ഞു. നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല. നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കുമെന്ന് പുരാവസ്തു വകുപ്പ് അധികൃതർ പറയുന്നു. ബോംബെന്ന് കരുതിയാണ് സ്ത്രീ തൊഴിലാളികൾ ആ നിധികുംഭം വലിച്ചെറിഞ്ഞത്. പക്ഷേ ഏറിൽ പാത്രം പൊട്ടിയപ്പോൾ പുറത്തു വന്നത് നിധി കൂമ്പാരമാണ്. മുത്തുമണികൾ, സ്വർണ്ണപ്പതക്കങ്ങൾ, പഴയകാലത്തെ മോതിരങ്ങൾ, കമ്മൽ, വെള്ളി നാണയങ്ങൾ എന്നിവയാണ് കിട്ടിയത്. കിട്ടിയ നിധി എന്തു ചെയ്യണം എന്നതിലും തൊഴിൽ ഉറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾക്ക് സംശയമൊന്നുമുണ്ടായില്ല. പഞ്ചായത്തിൽ അറിയിച്ച് പോലീസിന് അവർ കൈമാറിയിരുന്നു. കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ ഗവൺമെൻറ് LP സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കെയാണ് ചേലോറ സുലോചന എന്ന സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള 18 തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം നിധി ലഭിച്ചത്. ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിപ്പിച്ചു വെച്ച നിലയിലും ജില്ലയിൽ ബോംബുകൾ കണ്ടെത്തുന്ന കാലമാണ്. അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ പാത്രവും ആദ്യം ബോംബാണെന്നാണ് തൊഴിലാളികൾ കരുതിയത്. നിധിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ പഞ്ചായത്ത് ഓഫീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഏറ്റുവാങ്ങി. പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചു എന്ന് പോലീസ് പറയുന്നു. നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല. നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കാൻ സാധിക്കുമെന്ന് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ദിനേശൻ പറഞ്ഞു. ക്ഷേത്രങ്ങളിലും തറവാടുകളുടെ പടിഞ്ഞാറ്റകളിലും സൂക്ഷിക്കുന്ന മൂലഭണ്ഡാരത്തിൻ്റെ മാതൃകയാണ് നിധി അടങ്ങിയ കുംഭത്തിന് ഉള്ളത്. ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണവും പണവും ഒക്കെ സൂക്ഷിക്കാറുണ്ട്. മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ഒളിപ്പിച്ചു വെച്ചതാകാനും സാധ്യതയുണ്ട്. എന്നാൽ സ്വർണം പൂശിയതാണോ എന്ന് വ്യക്തമല്ല. 13 സ്വർണ്ണ ലോക്കറ്റുകൾ, 17 മുത്തുമണികൾ, 4 പതക്കങ്ങൾ, 5 മോതിരങ്ങൾ, ഒരു സെറ്റ് കമ്മൽ, വെള്ളി നാണയങ്ങൾ എന്നിവയാണ് നിധിയിൽ ഇന്നലെ കണ്ടെത്തിയത്. ഇന്ന് കണ്ടെത്തിയ നിധിയിൽ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നതേയുള്ളൂ. എന്തായാലും ബോംബിന് പകരം ഇത്തരം നിധികുംഭങ്ങൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തുന്നത് കൗതുകകരമായി തുടരുകയാണ്. കണ്ണൂരിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പറമ്പുകളിലും കുഴികളിലുമൊക്കെ നാടൻ ബോംബുകളും സ്റ്റീൽ ബോംബുകളുമൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ സൂക്ഷിച്ചു വയ്ക്കാറ്. അവ പൊട്ടിത്തെറിച്ച് പലർക്കും അപകടം പറ്റുകയും പലരും മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ എരഞ്ഞോളിയിൽ ഇത്തരത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങയെടുക്കാൻ പോയ ഒരു വയോധികൻ ബോംബ് പൊട്ടി മരിച്ചിരുന്നു. ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിധികുംഭങ്ങൾ ഇങ്ങനെ പൊങ്ങിവരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നത് അത്യന്തം ശ്രദ്ധേയമാണ്.